ഹേ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ആൻഡോസ് വ്ലോഗ്. ഒരു വ്യക്തിക്ക് ഒരു സൈക്കിൾ മേടിച്ചു കൊടുത്തേ കേട്ടോ. പക്ഷേ അത് കുഞ്ഞു പ്രായത്തിലാണ് വാങ്ങിച്ചു കൊടുത്തത്. അത് വാങ്ങിച്ചു കൊടുത്തു, കുറച്ച് വർഷമൊക്കെ ഇട്ട് ഓടിച്ചു. പിന്നെ കാണുന്ന വിളകളിലൂടെയും ഓട്ടിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ കുഞ്ഞു പ്രായത്തിൽ ഓട്ടിച്ച് ആ സൈക്കിൾ എന്ത് ചെയ്തു, കേടായി. അത് കയ്യിൽ നിന്ന് പോയി. വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു സൈക്കിൾ മേടിച്ചു കൊടുത്തു കേട്ടോ. ആ സൈക്കിൾ ഏകദേശം 8,000 രൂപ അടുപ്പിച്ചായി. 8,000 രൂപ എന്ന് പറയുന്നതും ഒരിക്കലും വില കുറച്ച് കാണാൻ പറ്റുന്ന ഒരു രൂപയല്ലല്ലോ. അങ്ങനെ ആ സൈക്കിള് ആ കുഞ്ഞു മകന് കിട്ടിയതിന് ശേഷം അവൻ എന്ത് ചെയ്തെന്ന് കേട്ടാൽ അതും അവനെ ഓട്ടിച്ചു കേട്ടോ. പക്ഷേ ഓട്ടിച്ചു കാണുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് മഴയത്ത് ഒതുക്കി വെച്ചു. അങ്ങനെയൊക്കെ വന്ന് വീണ്ടും തുരുമ്പെടുത്തു. വീണ്ടും ആ സൈക്കിൾ വീണ്ടും കേടായി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ആരാണ് ആ മകൻ എന്നല്ലേ? വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. കാരണം കുഞ്ഞു പ്രായത്തിൽ വണ്ടിയൊന്നും ഇല്ലാത്തത് കാരണം സൈക്കിളല്ലേ നമുക്കുള്ളത്. അങ്ങനെ സൈക്കിളൊക്കെ ഓട്ടിച്ചായിരുന്നു റോഡിൽ പോയി സാധനം മേടിക്കാനായിക്കോട്ടെ എന്തിനായിരുന്നാലും എപ്പോഴും ഒരു സൈക്കിൾ കൂടെ കാണും. പക്ഷേ ഇപ്പോൾ ഇതോ അങ്ങ് കാണുന്ന എൻ്റെ സ്കൂട്ടി കിട്ടിയതിന് ശേഷം ആ സൈക്കിൾ അങ്ങനെ ഉപയോഗമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ വന്നു. അതിനു മുമ്പ് തന്നെ സൈക്കിൾ കേടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സൈക്കിൾ ചീത്തയായി. പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ആഗ്രഹം വന്നു. ആ സൈക്കിൾ മാത്രം കേടായിട്ടും ഞാൻ കളയാതെ നമ്മുടെ വീട്ടിൻ്റെ ഷെയ്ഡിലും അതുപോലെ തന്നെ വീടിൻ്റെ അകത്ത് വരുന്ന റേക്കില്ലേ അവിടെയും പുറത്ത് ഒതുക്കിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ആ സൈക്കിൾ ഫുള്ളൊന്ന് റീസ്റ്റോർ ചെയ്യാമെന്ന്. എൻ്റെ മച്ചാന്മാരെ, സൈക്കിളിൻ്റെ ഇപ്പോഴത്തെ കോലോതുകൾ നിങ്ങൾ കണ്ടല്ലോ. ഇത് സൈക്കിളിൻ്റെ ടയർ വരുന്ന ഭാഗമാണ്, ടയറില്ല. പക്ഷെ ഇതിൽ ടയറുണ്ട് കണ്ടോ. ഇതൊക്കെ നല്ല സൂപ്പർ സാധനമാണ്, ഫിറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഇതാണ് സൈക്കിളിൻ്റെ ബോഡി കേട്ടോ. ഇതെല്ലാം ഫുള്ള് സെറ്റായിട്ടാണ് ഇരിക്കുന്ന സാധനം. ഇതെല്ലാം വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്നേന്ന് പെയിന്റ് അടിച്ച് ഒന്നേന്ന് സ്റ്റിക്കർ വർക്ക് ചെയ്ത് ഒന്നേന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ ആ സൈക്കിളിൻ്റെ കോലം എന്താണെന്ന്. അപ്പോൾ ഞാൻ കരുതി ഒന്ന് റീസ്റ്റോർ ചെയ്യാമെന്ന്. വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ് അതിനെ റീസ്റ്റോർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മളെ യൂട്യൂബിലുള്ള വീഡിയോസ് കണ്ടും അതുപോലെ തന്നെ കിട്ടുന്ന ഓരോരുത്തർ പറയുന്നില്ലേ എന്തുകൊണ്ട് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ട് അതിനെ ഞാൻ റീസ്റ്റോറേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഇപ്പോഴേ ഫോളോ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെച്ചോ. നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ വീട്ടിലും കേടുപാടുകൾ വന്ന സൈക്കിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ ഒരു പുത്തൻ സൈക്കിൾ എങ്ങനെ നമ്മുടെ സൈക്കിൾ ഷോറൂമിൽ നിന്ന് ഇറക്കുമോ അങ്ങനെ തന്നെ പറയാം. എന്തുകൊണ്ട് കുറച്ച് പറയണ്ട, സൈക്കിൾ ഷോറൂമിൽ നിന്ന് ഇറക്കുമോ അങ്ങനെ നമുക്കും നമ്മുടെ സൈക്കിൾ ഇറക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് എല്ലാം ഫെബ്രുവരി 14-ാം തീയതിക്ക് ശേഷം നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും കേട്ടോ. അതിൻ്റെ അകത്ത് കുറച്ച് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ചെയ്യാനൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഫെബ്രുവരി 14-ാം തീയതിക്ക് ശേഷം നമ്മുടെ ചാനൽ ഇതിൻ്റെ അപ്ഡേറ്റ് ആയിരിക്കും വരുന്നത്, സൈക്കിൾ റീസ്റ്റോറേഷൻ. അപ്പോൾ ആരും മറക്കണ്ട, നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.